ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ഒരു അടിപൊളി സ്വീറ്റാണ് ഉണ്ടാക്കുന്നത്. വായിലിട്ടാൻ അലിഞ്ഞു പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. പിന്നെ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് പ്രസ് ചെയ്തേക്കണേ. കൂടാതെ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. എങ്കിൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് 3 മുട്ടയാണ് വേണ്ടത്. ഞാൻ ഇതുപോലെ ഒരു ബൗൾ എടുത്തു. അതിലോട്ട് നമുക്ക് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ശ്രദ്ധിച്ചൊഴിച്ചു കൊടുക്കണം, മുട്ടയുടെ മഞ്ഞ പൊട്ടിപ്പോകരുത്. ഈ 3 മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ. മഞ്ഞ നമ്മൾ എടുക്കുന്നില്ല, മുട്ടയുടെ വെള്ളം മാത്രം മതി കേട്ടോ. മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ മഞ്ഞക്കരുവങ്ങ് എടുത്തു മാറ്റണം. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മുട്ടയുടെ മഞ്ഞയും വെള്ളയും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പ് ചേർക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഒരു 3 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ മുട്ടയുടെ വെള്ളം നല്ലതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഈ മുട്ടയുടെ വെള്ളം അടിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വിസ്കോ അല്ലെങ്കിൽ ഫോർക്കോ അതും അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്ററോ ഉപയോഗിക്കാം. ഞാൻ ഇതുപോലെ ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ടാണിത് അടിച്ചെടുക്കുന്നത്. 1 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഫോർക്കോ വിസ്കോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചധികം സമയം എടുക്കേണ്ടി വരും. ഒരു 5-6 മിനിറ്റെങ്കിലും എടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം. മുട്ട വെച്ചിട്ട് ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി 2 ദിവസത്തിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. അതിൻ്റെ ലിങ്ക് ഉണ്ടല്ലോ, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാമേ, ഒന്ന് കണ്ടു നോക്കണേ. അതും നല്ല അടിപൊളി ടേസ്റ്റുള്ള സ്വീറ്റാണ്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. ഇതേ രീതിയിൽ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലോട്ട് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. ഈ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും വേണ്ടി നമ്മൾ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഇല്ല എങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താലും മതി. അപ്പോൾ നമ്മൾ ഈ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കുറച്ച് ലൂസായിട്ടിരിക്കണം കേട്ടോ. ഒരുപാടങ്ങ് അടിച്ച് പതപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പാത്രം ചരിച്ച് പിടിക്കുമ്പോൾ ഇതുപോലൊന്ന് ഒഴുകി വരുന്ന ഒരു പരുവുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഇഡലിമാവ് തയ്യാറാക്കുമല്ലോ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതിരിക്കാൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മളുണ്ടാക്കിയ സ്വീറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി തിക്കായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. ഇനി നമുക്കിതുണ്ടല്ലോ ഒരു ബൗളിലോട്ട് മാറ്റാം. അതിനുവേണ്ടി ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഡെക്കറേഷന് വേണ്ടിയുണ്ടല്ലോ കുറച്ച് ചോക്ലേറ്റ് പൊടിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ചോക്ലേറ്റ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് ഇട്ട് കൊടുക്കുന്നത്. ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം ഒഴിക്കുക. പാത്രത്തിലോട്ടൊന്ന് മാറ്റിയതിന് ശേഷം ഇത് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കണം. ഇച്ചിരി വലിപ്പമുള്ള പാത്രം വേണം എടുക്കാൻ കേട്ടോ. ഇത് വേകുന്ന സമയത്തുണ്ടല്ലോ ആവി കയറുമ്പോൾ കുറച്ച് പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് വലിപ്പമുള്ള പാത്രം വേണം എടുക്കാൻ. ഞാൻ ഇതുപോലൊരു ചരുവ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കൂടാതെ ഒരു റിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ മുട്ടയുടെ വെള്ളം ഒഴിച്ച പാത്രം വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം. ഒരു പ്ലേറ്റ് വെച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ആവി ഉണ്ടല്ലോ, ആവി വരുമ്പോൾ അതിൻ്റെ വെള്ളം വീഴും. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കണം. എന്നിട്ട് ചരുവ ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് ഒരു 10 മിനിറ്റ് നേരം ഇതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ
സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ തയ്യാറാക്കുന്നത് സ്നോ പുഡിങ്ങാണ് കേട്ടോ. നല്ല സ്നോ പോലെ ഇരിക്കുന്ന പുഡിങ്ങാണിത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം, എന്നിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ്ങൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിൽ നിന്ന് മാറ്റാം. അതെങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ടോ ഒന്ന് കമത്തിയാൽ മതി. അത് താനെ ഇളകി വന്നോളും. അത് നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് കഴിക്കാനുള്ള സമയമാണ്. ഇതിനി കട്ട് ചെയ്യാം. ഇങ്ങനെ കട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് കോരിയോ കഴിക്കാം. വായിലിട്ടാൽ അപ്പോഴേ അത് അലിഞ്ഞു പോവും. നല്ല അടിപൊളി ടേസ്റ്റാണിതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മുട്ടയുടെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവത്തേയില്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എങ്കിൽ ശരി, വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.